എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ, വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ, എന്തെങ്കിലും കച്ചവടം നടക്കണമെന്ന് വിചാരിച്ച്. 150 രൂപയാണ് ഇതിന്റെ പ്രൈസ്. അപ്പൊ ഈ നല്ല കോട്ടൺ ആണ് കേട്ടോ, നല്ല കോട്ടൺ ആണ്. എനിക്ക് ചേരുവേ, ഇത് എക്സൽ ആണ്, പക്ഷെ എനിക്ക് ചേരും. നല്ല അടിപൊളി കളർ കേട്ടോ. ഇതിന് 385 രൂപ കേട്ടോ. ഇതിന്റെ ലാർജ്, മീഡിയം, എക്സൽ, ഡബിൾ എക്സൽ ഉണ്ട്. ഞാൻ എല്ലാം കൂടെ ഒന്ന് കാണിക്കട്ടല്ലോ, ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചതിന്റെ വിലയൊക്കെ പറയാവേ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ വ്ളോഗായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. ഇന്ന് പുറത്താണ് പരിപാലിക്കുന്നത്. ഒരു അടുപ്പ് പിടിച്ചിട്ട് കുറേ നാളായി, ഇതുവരെ അത് വെക്കാൻ പറ്റിയില്ല, മഴയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇന്ന് പുറത്തിട്ട് ചോറും കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. വീഡിയോയിലോട്ട് പോകാവേ. ഇതാണിപ്പോൾ നമ്മുടെ അടുപ്പ്. ഇതിങ്ങോട്ട് വെച്ചിട്ട് കുറച്ച് വിറവും ചേർത്ത് അങ്ങ് തീയിരിക്കും, അത്രയേ ഉള്ളേ. ഭയങ്കര വെയിറ്റ് ഉണ്ടേ. ഇപ്പോൾ രാവിലെ വെയിലുണ്ടായിരുന്നു, അത് കണ്ടുകൊണ്ട് ഞാൻ ഇതിനെ ഇറങ്ങി തിരിച്ചത്. ഇപ്പം ചെറിയൊരു മന്ദാരം പോലെയൊക്കെ തോന്നുന്നുണ്ട്. മഴ പെയ്താൽ പണി കിട്ടും. അതിനുമ്പ് നമുക്ക് വെക്കാവേ. രണ്ട് ചിരട്ടകൾ എടുക്കുമോ? മുമ്പ് ഞാൻ കടയിൽ പോയപ്പോഴത്തേക്കാണെങ്കിൽ അവിടെ വിറക് കത്തിക്കാൻ ഇനി മണ്ണെണ്ണയുടെ ആവശ്യമില്ല എന്നും പറഞ്ഞ് ഒരിതിരിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു നൂലിനകത്ത് എന്തോ മെഴുകൊക്കെ ഇരിക്കത്തില്ലേ, അതുപോലുള്ളൊരു സംഭവമായിരുന്നേ. അപ്പോൾ 20 രൂപയുള്ളായിരുന്നു. അത് പറഞ്ഞാൽ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വിറവും ചിരട്ടയിട്ട് അങ്ങ് കത്തിച്ച് വെച്ച്. ആദ്യം അടുപ്പ് കത്തിക്കാൻ കുറച്ച് പാടാണല്ലോ, പിന്നെ കത്തി വന്നാൽ എല്ലാം അതിനകത്ത് തന്നെ വെക്കാം, എളുപ്പമാവും. അങ്ങനെ ഞാൻ വലിയൊരു കലത്തിനകത്തോട്ട് ഞാൻ വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. സാധാരണ ഒരു കൊച്ചു കലത്തിൽ 3 നാഴി അരിയിട്ടാണ് ഞാൻ ചോറ് വെക്കുന്നത്. ഞാൻ വിചാരിച്ചത് എന്തായാലും അടുപ്പേ വെക്കുമല്ലോ, ചീത്തയായി പോകത്തില്ലല്ലോ, 2 ദിവസത്തേക്ക് വെക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ വെച്ചത്. പിന്നെ അരിക്ക് വെള്ളമൊക്കെ വെച്ച് അടപ്പെടുത്ത് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടില്ല. അരിയും കൂടെ അങ്ങ് കഴുകി അങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അരിയൊക്കെ കഴുകി ഇട്ടതിന് ശേഷം ഞാൻ അടുക്കളയിൽ പോയി മക്കൾക്കുള്ള ദോശയും ചമ്മന്തിയും കൂടെ ഉണ്ടാക്കി വെച്ച്. അപ്പോഴത്തേക്ക് എൻ്റെ 3 പേർക്കും വിശപ്പും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കിച്ചും വിച്ചും തുമ്പി ഇരുന്ന് ദോശ കഴിച്ച് ഞാനും കൂടെ അതിൻ്റെ കൂടെ ഇരുന്നങ്ങ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. തലേന്നാണെങ്കിൽ ചിക്കൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് ഐസൊക്കെ ഒന്ന് മാറാൻ വേണ്ടി. പിന്നെ കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് തൊലിക്കണമായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളി തൊലിക്കാനും ഇഞ്ചിയൊക്കെ അരിയാൻ വേണ്ടി മക്കളെല്ലാം കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ വെളിയിൽ നിന്ന് പാചകം ചെയ്താൽ ഭയങ്കര ഒരു രസമായിരുന്നേ. മക്കൾ നിന്ന് കളിക്കുകയും ചെയ്യുന്നു, അവരോരോ കാര്യങ്ങൾ പറയുന്നു, ഞാനും ഓരോന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ ചെയ്തത്. തുമ്പിക്കാണെങ്കിൽ സൈക്കിൾ ചവിട്ടാൻ അറിയത്തില്ലായിരുന്നേ. അപ്പോൾ കിച്ചു പറഞ്ഞ് വാ തുമ്പി ഞാൻ പഠിപ്പിക്കാം. ആക്കൊരു പേടി പോലെ. എനിക്കാണെങ്കിൽ സൈക്കിൾ ചവിട്ടാനൊന്നും ആങ്ങളമാരില്ലാത്തതുകൊണ്ടൊന്നും പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ തീ അണഞ്ഞപ്പോഴത്തേക്ക് വിച്ചു പോയി തീയൊക്കെ എരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവർക്കും ഒരു സമയം പോക്കായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒരു അടുപ്പും കൂടെ കൂട്ടാന്ന് പറഞ്ഞ് ചുടുകട്ട നോക്കിയപ്പം കണ്ടില്ല, അതാ ഇവൻ പോയി എവിടുന്നോ 2-3 ചുടുകട്ടയൊക്കെ കൊണ്ടുവന്ന് എനിക്ക് അടുപ്പ് കൂട്ടാനൊക്കെ സഹായിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളിയെല്ലാം കഴുകി ചെറുതായിട്ട് ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഞാൻ മുഴുവനെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അകത്ത് ഞാൻ അടുപ്പേ കത്തിക്കാത്തതെന്ന് വെച്ചാലേ കത്തിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് തീ ഒരിയത്തില്ല, ഒരുപാട് താമസമാണ് കേട്ടോ. അതിൽ നിന്ന് കിടന്ന് വേവാൻ വേണ്ടി അല്ല, പുകയെല്ലാം കൂടെ അങ്ങ് ചുറ്റുന്നണക്കെ ആയിരിക്കും. അങ്ങനെ അടുത്ത അടുപ്പൊക്കെ കൂട്ടി ഇറച്ചിക്കറി ഇതിനകത്തോട്ട് വെക്കാമെന്ന് വിചാരിച്ച്. അതാകുമ്പോൾ രണ്ടും കൂടെ അരി എവിടെ കിടന്ന് വേവും, കറി ഇവിടെ കിടന്ന് വേവുകയും ചെയ്യും. അരി ഒരുവിധം വെന്തിട്ടും ഉണ്ടായിരുന്നേ, നല്ല വെയിലും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് കത്തിക്കുന്ന പാടായിരുന്നു. അങ്ങനെ വലിയൊരു പാത്രമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും വലിയുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തേ. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ 2 ഭയങ്കര അടിയായിരുന്നേ. സൈക്കിളിൽ കൊണ്ടുപോയ ആൾ ഇവിടെ ഇരിക്കുന്നില്ല എന്നും പറഞ്ഞ് അങ്ങോട്ടൊരു അടി കൊടുത്ത് തിരിച്ചിങ്ങോട്ട് അടിയൊക്കെ ആയിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് സമാധാനിപ്പിച്ച് അതിൻ്റെ കൂടെ ഇക്കായും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ക്യാമറമാൻ ഇപ്പോൾ ഇക്ക ആണേ. നമുക്ക് മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ. പെട്ടെന്ന് തന്നെ ഇറക്കി കൊടുക്കണം, അടുപ്പായിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് കാണും. വാ, അടുപ്പായോണ്ട് കേട്ടോ കുറച്ച് തോനെ വെള്ളം ഒഴിക്കുന്നത്. പെട്ടെന്ന് വെള്ളം പറ്റും, വേവാൻ പാടായിരിക്കും. ഉപ്പിട്ടിട്ടില്ല, ഉപ്പ് നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കാവേ. കുറച്ചും കൂടെ ഒഴിക്കാം വെള്ളം. ഇനി അടച്ച് വെച്ചിട്ട് ഇനി വേറെ ഒരു ഇതുണ്ട്, അതും കൂടെ ഞാൻ അതങ്ങ്
അകത്ത് അടുക്കളയിൽ വെക്കാന്ന് വിചാരിച്ചു. കറിയൊക്കെ നല്ല പറ്റിയിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഈ കൈയളവാ ഉപ്പ്, അതുകൊണ്ടാണ് കേട്ടോ കയ്യിലിട്ടത്. കറിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. ഞാൻ കറിവേപ്പിലയൊക്കെ ഇട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്ന് നല്ല വെള്ളം പോലൊന്നും ഇരിക്കുകയല്ല കേട്ടോ. കുറച്ചും കൂടെ കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് പറ്റി വരുന്നുണ്ട്. നല്ല മണവും കൂടെ ആയിരുന്നു കേട്ടോ കറിയൊക്കെ വെച്ചത്. പിന്നെ നമ്മൾ പണ്ടുള്ളവർ ചെയ്യത്തില്ലേ ഈ കാട്ടുകൊതി എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ അത് കൊതിക്ക് വേണ്ടി 4 വെട്ടമൊക്കെ ഒന്ന് ഒഴിഞ്ഞ് അടുപ്പയിലോട്ടങ്ങ് കളഞ്ഞ്. എത്ര പേര് ഇത് ചെയ്യുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് പണ്ട് മുതലേ ഇങ്ങനെ ചെയ്ത് ശീലിച്ചുകൊണ്ട് ഇതിലും അങ്ങ് ചെയ്തു പോയതാണ്. ഇവിടെ ആണെങ്കിൽ അരി നന്നായിട്ട് വെന്ത് കഴിഞ്ഞാലേ തിന്നത്തുള്ളൂ. അല്ലാതെ വേവാതെ കിടന്നു കഴിഞ്ഞാൽ ഇതെന്താ അരി അതുപോലെ ഇട്ടോന്ന് ചോദിക്കും. ഞാൻ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് വേവാവാനുണ്ടായിരുന്നു. അരിയൊക്കെ വെന്ത് കിട്ടി ഉപ്പൊക്കെ ഇട്ട് എന്നെ അടുക്കളയിൽ കൊണ്ടുവന്ന് കുറച്ചൊന്ന് വാത്ത് തന്നിട്ടുണ്ട്. ഞാൻ പിന്നെ അങ്ങ് ചരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് ഇതങ്ങ് അകത്തുകൊണ്ടേ വെക്കാന്ന്. തീ ഉണ്ടായതുകൊണ്ട് ചിക്കൻ സുക്ക അടുപ്പിൽ തന്നെ അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചിക്കൻ സുക്കയും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊക്കെ ഒന്ന് കണ്ടേക്കണേ. തുമ്പി ഇങ്ങോട്ട് വെക്ക്. എന്താ അതെ, ഞാനും കൂടെ കഴിക്കായിരുന്നേ. ഇക്ക അവിടെ ഇരിപ്പോണ്ട് ഇക്കായും കൂടെ കഴിക്കുന്നു. മക്കൾ എൻ്റെ കല്യാണത്തിന് പോയിട്ട് വന്നേക്കുന്നു. ഇതെല്ലാം ഞാൻ മുന്നേ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ഒരു ചെറിയൊരു സംരംഭം. അതിനകത്ത് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ ഒക്കെ ഒന്ന് കാണിച്ചു തരാം, വിലയൊക്കെ ഒന്ന് പറഞ്ഞു തരാമെന്ന്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇവിടെ നമ്പർ കൊടുത്തേക്കാം. അത് വേണമെന്നൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതിയേ. അടിപൊളി കളറാ കേട്ടോ. അപ്പം അന്ന് എല്ലാവരും എൻ്റെ അടുത്ത് വില ചോദിച്ചായിരുന്നു. ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പം ഇതാ ഇതുണ്ട്, ഇത് ഫുൾ ലെങ്താ കേട്ടോ. ഫുൾ ലെങ്താ. ഇതിനകത്ത് ക്യാമറയിൽ അത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഇത് നല്ലൊരു യെല്ലോ കളറാണേ. ഇതിന് 399 രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ഞാനൊന്ന് കാണിച്ചു തരാവേ. ഇതാണ്ട്. പിന്നെ നല്ല വേറൊരു കളർ ഇതാ കേട്ടോ. അങ്ങനെ 3-4 കളർ നമ്മളതിലുണ്ട്. ഇതാണ്ടേ, നല്ല കോട്ടൺ ആണ് കേട്ടോ. നല്ല കോട്ടൺ ആണ്. എനിക്ക് ചേരുവേ. ഇത് എക്സൽ ആണ്, പക്ഷെ എനിക്ക് ചേരും. നല്ല അടിപൊളി കളർ കേട്ടോ ഇത്. ഇതാണ്ടേ. പിന്നെ അടുത്തൊരു കളർ ഇത്. ഇപ്പം കുറച്ച് താഴെയൊക്കെ നമുക്ക് അറിയാവുന്നിടത്തൊക്കെ ഒന്ന് കൊണ്ട് കൊടുക്കാന്ന് വിചാരിച്ച്. പിന്നെ ഇത് പാന്റും പിന്നെ ടോപ്പും കൂടെ ഉള്ളതാണ്. 2 സെറ്റാ. ഇതിന് 385 രൂപ കേട്ടോ. ഇതിന്റെ ലാർജ്, മീഡിയം, എക്സൽ, ഡബിൾ എക്സൽ ഉണ്ട്. ഞാൻ എല്ലാം കൂടെ ഒന്ന് കാണിക്കണ്ടല്ലോ, ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചതിന്റെ വിലയൊക്കെ പറയാവേ. ഇത് വേറൊരു പാറ്റേണേ. ഇതും 2 സെറ്റാണ്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 399 രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ഇതാ ഇത് നല്ല അടിപൊളി കളർ കേട്ടോ. ഇത് ഫുള്ള് വർക്ക് വരുന്നത്. ഞാൻ നിവർത്തി ഇട്ട ഓർമ്മ അത് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ റേറ്റ് 350 രൂപ. ഇത് ടോപ്പ് മാത്രമാണ്. ഇത് എക്സൽ ആണ് കേട്ടോ. ഷിപ്പിംഗ് ആണ് കേട്ടോ നമ്മൾക്ക്. അതിൽ തന്നെ പല കളറുണ്ട്. ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, അതെ ബ്ലൂ ഉണ്ട്. പിന്നെ വേറെ കളറും കൂടെ ഉണ്ടേ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ. സൈഡ് സ്ലിറ്റ് ഉണ്ട്. ഇത് ഫുൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ വർക്ക്. ഇതെല്ലാം ത്രെഡ് വർക്കാണ്. പിന്നെ ഈ ഭാഗത്ത് സീക്വൻസ് വർക്കും വരുന്നുണ്ടേ. അപ്പം അതിന്റെ മോഡൽ ഇതാണ്. പിന്നെ ഇതൊരു പോപ്കോൺ മെറ്റീരിയൽ ആണ്. ഇതും 299 രൂപയായി ഇതിന്റെ റേറ്റുകൾ. ഇതിന്റെ മോഡൽ വരുന്നതാ ഇങ്ങനെ. ഞാനിപ്പോ എല്ലാം കൂടി ഇളക്കി കാണിക്കണ്ടല്ലോ. ഇത് എക്സൽ ആട്ടോ. ഇതാ കഴുത്തിന്റെ ഈ ഭാഗത്തും കൈയുടെ ഈ ഭാഗത്തും ഒക്കെ ഇതേ കണക്ക് വർക്ക് പോയിട്ടുണ്ട്. ഇത് നല്ല അടിപൊളിയാട്ടോ. സൈഡ് സ്ലിറ്റാ. പോപ്കോൺ മെറ്റീരിയൽ ആണ്. പിന്നെ വേണ്ടേ ഇതൊക്കെ നമുക്ക് ജീൻസിന്റെ കൂടെയും ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സംഭവം. ഞാൻ അന്ന് പറഞ്ഞില്ലേ വീഡിയോയ്ക്കകത്ത്, നമ്മളങ്ങ് വലിയ വിലയും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. നമ്മുടെ മാർജിൻ കുറച്ചിട്ട്, നമ്മുടെ മാർജിൻ അങ്ങ് ഒരുപാടും എടുക്കുന്നില്ല കേട്ടോ, കുറച്ച് എന്നിട്ടേ എടുക്കുന്നുള്ളൂ. അപ്പോഴും ഇത് ഡെയിലി ഇടാൻ പറ്റും. സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്ന പിള്ളേർക്ക് മാറി മാറി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. 1000 രൂപ ഉണ്ടെങ്കിൽ 4 എണ്ണമൊക്കെ എടുക്കാൻ പറ്റുവേ. ഇതിന് 270 രൂപയാണ് കേട്ടോ. ഇതും ഫുള്ള് ത്രെഡ് വർക്കാ. ഇതെല്ലാം 3/4 കൈയാണേ. ഇതാണ്ടേ ഇവിടെ ഭയങ്കര കാക്കയുടെ ശല്യം ഗെയ്സ്. ഇത് ഡബിൾ എക്സൽ ആണ്. റയോൺ മെറ്റീരിയൽ ആണ്. ഇതിന് ഏകദേശം എത്ര രൂപയാവും? ഫുള്ള് വർക്കുണ്ട് ഇവിടെ കേട്ടോ. കഴുത്തിന്റെ ഭാഗത്ത് സൈഡ് ഓപ്പൺ ആണ്. ഇത് ഡബിൾ എക്സൽ ആണ്.
എക്സൽ നമ്മുടെ കയ്യിൽ എല്ലാം തീർന്നിട്ട് ഓൾമോസ്റ്റ് എല്ലാം തീർന്നിട്ടുണ്ട്. അഥവാ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ നോക്കാവേ. പിന്നെ ഫുള്ള് വർക്കുണ്ട്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 265 രൂപയാണ്. ഇതിന്റെ തന്നെ നമുക്കൊരു ബ്ലാക്ക് ഉണ്ട്, ഒരു യെല്ലോയും ഉണ്ട്. ജഗൻസ്, ഇത് സ്ട്രെച്ചബിൾ ജഗൻസ് ആണ്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 199 രൂപയാണ് കേട്ടോ. ഇതിന്റെ ഒരു നീല കളറും ഉണ്ട്, ബ്ലാക്ക് കളറും ഉണ്ട്. നമ്മുടെ ഫുള്ള് നൈറ്റ് പോയിട്ടുണ്ടേ. അപ്പൊ ഇതൊക്കെ നമുക്ക് അടുത്തുള്ളവർക്കൊക്കെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കാന്ന് വിചാരിച്ച് എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ. വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ, എന്തെങ്കിലും കച്ചവടം നടക്കണമെന്ന് വിചാരിച്ച്. ഇത് കണ്ട, ഇത് എക്സൽ ആണ് കേട്ടോ. ഇത് ഫുൾ പ്രിന്റ് ആണ്, കോട്ടൺ ആണ്, നല്ല അടിപൊളി തുണി കേട്ടോ. മെറ്റീരിയൽ ഒക്കെ സൂപ്പർ ആണ്. 3/4 കൈയാണ്. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മളെ ഗ്ലാസ് വർക്ക് ഒക്കെ വരുന്നുണ്ട്, ഇടയ്ക്ക് അങ്ങും ഇങ്ങും ഒക്കെ. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതിന്റെ നമുക്കൊരു 3-4 കളർ ഷെയ്ഡ് ഉണ്ട്. പിന്നെ വന്ന അടുത്ത് വന്ന ഇതാട്ടോ, ഇത് ഡബിൾ എക്സൽ ആണ്. ഇതിന്റെ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ വരെ നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം സൈഡ് ഓപ്പൺ ആണ് കേട്ടോ. ഇത് നല്ല ഇറക്കവും ഉണ്ട്. ഇത് എക്സൽ ആണ് കേട്ടോ. ഇതിന്റെ പല കളറുണ്ട്. ഇത് പോപ്കോൺ മെറ്റീരിയൽ ആണ്. നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് കേട്ടോ. ഇത് നല്ല ക്വാളിറ്റി തുണിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു തുണിയും കൂടെ ആണേ. നല്ല കളർ ഷെയ്ഡും ഉണ്ട്. ഫ്രണ്ടിലൊക്കെ ദാ ഇതുപോലെ വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ തന്നെ നമുക്ക് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ എക്സലിലാണ് വരുന്നത്. ഇതൊരു പർപ്പിൾ കളറാണ്. ഇത് ഒരു ഹാഷ് കളറൊക്കെ ചെയ്യുന്ന ഒരു അടിപൊളി കളർ കേട്ടോ. അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 320 രൂപയാണ് കേട്ടോ. പിന്നെ അടുത്ത് വന്നിരിക്കുന്നത് ഇതൊരു പോപ്കോൺ മെറ്റീരിയൽ ആണ്. ത്രെഡ് വർക്കാണ്, ഫുള്ള് വർക്കുണ്ട്. 3/4 കൈയാണ്, സൈഡ് സ്ലിറ്റ് ആണ്. ഇതിന്റെ വില 299 രൂപയാണേ. ഇതിന്റെ തന്നെ വേറെ കളർ കാണിക്കാം. ഇതിനകത്തൊക്കെ വെള്ള ഷാളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഷാൾ ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ. അല്ലാതെ ജീൻസിന്റെ കൂടെ ഒക്കെ ഇത് അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരെണ്ണമാണേ. പിന്നെ നമ്മളതിലുള്ളതെന്ന് വെച്ചാല് ഏറ്റവും കുറഞ്ഞതാ ഈ 150 രൂപയുടെ ആണ്. അപ്പൊ ഈ 150 രൂപ ഫ്രീ ഷിപ്പിംഗ് കൂടിയാണ് നമ്മൾ എടുക്കുന്നത്. അടുത്ത നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഈ ഒരു ഇതാണ്, 150 രൂപയാണ് ഇതിന്റെ പ്രൈസ്. അപ്പൊ ഇത് മേടിക്കാനുള്ളവരൊന്ന് സെറ്റ് ആയിട്ടൊന്ന് പറയണം കേട്ടോ. ഫ്രണ്ടിലൊക്കെ നല്ല ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വരുന്നുണ്ട്. ഇതാ കണ്ട, നല്ല വർക്കുണ്ട്. നല്ല 3/4 കൈയും കൂടാണ്. പിന്നെ ഫുൾ സൈഡ് വെട്ടില്ലാത്ത നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. ബാക്കി കെട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇത് വേണമെന്നൊരു നമ്മുടെ കയ്യിൽ 4 എണ്ണം ബാക്കി ഇരിപ്പുണ്ട്. ആവശ്യമുള്ളവർ ഒന്ന് മെസ്സേജ് അയച്ചുതരാം. ഇതുണ്ട്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഒരു പോപ്കോണിന്റെ കളക്ഷനാണ്. ഇതൊന്നും ഇനി ഞാൻ എടുത്ത് നോക്കുന്നില്ല, എനിക്കിപ്പോൾ പോകാൻ സമയമായി കേട്ടോ. 4 മണിക്ക് ചെല്ലണം. അപ്പം എന്താ, ഇത് ഫ്രണ്ടി വർക്കുണ്ട്. താഴെ അടിയിലും ഒരു ചെറിയൊരു സീക്വൻസ് വർക്ക് പോലെ വന്നിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് 250 രൂപയാണ്. ഇതിന്റെ പല കളറുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഒതുക്കി വെക്കട്ടെ കേട്ടോ.